നമുക്കിത് കപ്പളങ്ങ വെച്ചൊരു വെറൈറ്റി കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് കപ്പളങ്ങ അരിഞ്ഞെടുക്കാം. ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നമുക്കിത് മൊത്തം ഇത് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ ഈ കപ്പളങ്ങ മൊത്തം അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. വേണമെങ്കിൽ ഇതാണെങ്കിൽ കുക്കറിലിട്ട് ഒരു വിസിലിൽ അടുപ്പിച്ചാൽ നല്ലപോലെ വെന്ത് കിട്ടും. നല്ലപോലെ വേവുന്ന കപ്പളങ്ങ ആയതുകൊണ്ടാണ് ഈ പാത്രത്തിലിട്ട് വേവിക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും. അപ്പൊ നമ്മൾ ഉപ്പിട്ട് കപ്പളങ്ങ വേവിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ ചൂടാക്കി വെച്ചത്, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടെ ചതച്ചത്, തക്കാളി ഒരെണ്ണം അരിഞ്ഞെടുത്തേക്കുന്നത്, പിന്നെ മുളക്, പച്ചമുളക് 2 എണ്ണം, സവാള ഒരെണ്ണം, കറിവേപ്പില. ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കാം. മുളകും കറിവേപ്പിലയും ഇടാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കാം. തക്കാളി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. അപ്പൊ നമുക്ക് ഈ മസാലയ്ക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. കപ്പളങ്ങയ്ക്ക് ഉപ്പിട്ടാണല്ലോ വേവിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഇത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇടാം. പിന്നെ മുളകും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ചൂടാക്കി നല്ലപോലെ ഇളക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ലതുപോലെ ഇളക്കാം. അപ്പൊ നല്ലപോലെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ. നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ നമുക്കിത് കപ്പളങ്ങ കറി കൂട്ടി ചോറുണ്ട് വെക്കാം. അതിനായിട്ട് എല്ലുകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, കപ്പളങ്ങ കറി, അച്ചാറ്. നമുക്ക് കപ്പളങ്ങ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം.